ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ എപ്പോഴൊക്കെയാണ് ശ്വാസം എടുക്കാറ്? കടക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം നമ്മൾ ശ്വാസം എടുക്കാറില്ലേ? നമുക്ക് ശ്വാസം എടുക്കാൻ നിർത്തിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ജീവനാണ് പ്രാർത്ഥന. എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒന്നല്ല പ്രാർത്ഥന എന്ന് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ശ്രമിക്കാം. ഇടപെടാതെ പ്രാർത്ഥിക്കുവേൻ. ഇത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കും, ഞാൻ എപ്പോഴും പള്ളിയിൽ പോയിരിക്കണോ അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കണോ എന്നൊക്കെ. പക്ഷേ ഈശോ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മളൊരു നല്ല കാര്യം കാണുമ്പോൾ ഈശോയെ നന്ദി എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ ഈശോയെ സഹായിക്കണമേ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഈശോയെ ഓർക്കുന്നതിലൂടെ അത് ഇടപെടാതെയുള്ള പ്രാർത്ഥനയായി തീരും. ഭക്ഷണം കഴിക്കുമ്പോഴും കളിക്കാൻ പോകുമ്പോഴെല്ലാം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കുക. ഈശോയുടെ മനസ്സിൽ പ്രാർത്ഥിക്കുക. മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്താലേ നമുക്ക് വിവരങ്ങൾ ലഭിക്കൂ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ദൈവവുമായി കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തിന്മകളെ എതിർക്കാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇപ്പോഴും ഈശോയെ മനസ്സിൽ ഓർക്കുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കടക്കുമ്പോഴുമെല്ലാം നമുക്ക് ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ പരിഹാര പ്രവൃത്തി: ഇന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പഠിക്കുമ്പോഴുമെല്ലാം അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം ഈശോയെ ഞാനെങ്ങനെ സ്നേഹിക്കുമെന്ന് നമുക്ക് മൗനമായി ചൊല്ലാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സ്നേഹപൂർവ്വം പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം.